അല്ലയാ പുതിയ കാറൊക്കെ എടുത്ത് ചിലവൊക്കെ നമുക്ക് സെറ്റാക്കാന്ന്. നീ ഒന്ന് അടങ്ങ്. എടി നീ ഇവിടേക്ക്, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. എടാ അമൃതേ. ആടാ ഞാൻ എന്താ വിളിക്കാവേ. എടാ ഞാൻ വിളിക്കാൻ മാത്രം എനിക്ക് ഫോൺ എടുക്കാൻ വയ്യല്ലേ. നീ വിളിച്ച ഞാൻ കണ്ടില്ല. നീ എന്തായാലും വന്ന കാര്യം പറ. എന്താടാ ഒന്നും അറിയാത്തവൾ സംസാരിക്കുന്നത്? ഇന്നലെ ബാങ്കുകാർ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയുടെ പെങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ പറയാത്തതായിട്ട് ഒന്നുമില്ല. നീ എങ്ങനെയെങ്കിലും ആവും നടക്ക്. എടാ എൻ്റെ ഈ കാശൊന്നുമില്ല. ഞാനിവിടെ നോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതല്ല. പൈസ ഇല്ലാണ്ടാണ് നീ ഇപ്പോൾ കാറൊക്കെ എടുത്തത്. അമൃതേ എനിക്കറിയാം നിൻ്റെ പണ്ടത്തെ അവസ്ഥയല്ല ഇപ്പോൾ വന്ന്. നിനക്ക് നല്ലൊരു ജോലിയുണ്ട്, വരുമാനമുണ്ട്. പിന്നെ എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എടാ നിനക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നീ ആരുടെയും കയ്യിൽ നിന്ന് എടുത്തൊന്ന് മറിക്ക്. എൻ്റെ ഈ കാശ് കിട്ടുമ്പോൾ ഞാൻ തരാം. എടാ 2 മാസത്തോടെ കഴിഞ്ഞ് എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. നീ തന്നാലേ എനിക്ക് നടത്താൻ പറ്റത്തുള്ളൂ. ചതിക്കില്ലേടാ. ഇതാണോ ഇത്ര വലിയ കാര്യം? നിൻ്റെ കയ്യിൽ പൈസ തരുമ്പോൾ നീ നടത്ത്. അല്ലെങ്കിൽ ഈ പെമ്പിള്ളേരെ ഒന്ന് നേരത്തെ കെട്ടിച്ചു വിട്ടിട്ട് ഒരു കാര്യമില്ല. എടാ അമൃത എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കടാ. അന്ന് ഞാനും അമ്മയും പറഞ്ഞല്ലേ ഇയാളെ ഒന്നും വിശ്വസിച്ച് കാശ് കൊടുക്കല്ലേ എന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? കേട്ടല്ലോ, അന്ന് എൻ്റെ മനസ്സിൽ നിൻ്റെ ഫ്രണ്ട്ഷിപ്പും നിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ എൻ്റെ മനസ്സിലുള്ളായിരുന്നു. അതിനുള്ള എനിക്ക് കിട്ടി. പക്ഷേ എൻ്റെ ജീവനുണ്ടെങ്കിൽ ഇവിടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. പാടി.